Hello everyone, welcome back to our channel. ഇന്ന് ഏപ്രിൽ 5 ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ പേര് സ്നേഹലത എന്നാണ്. സോ ഒരു 6 വർഷത്തിന് ശേഷം ഞാനും അമ്മയും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ദുബായിലും അമ്മ നാട്ടിലുമാണ്. സോ ഈ വീഡിയോ കൂടി എനിക്ക് അമ്മയ്ക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. സോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അമ്മ വീട്ടിൽ അടിച്ചു പൊളിച്ചിരിക്കുക. അമ്മ ഇപ്പം എന്താ പറയുക, വീട്ടിൽ ക്വാറന്റൈൻ ഡേയ്സിലാണ്. കാരണം അമ്മ ദുബായിൽ നിന്ന് നാട്ടിൽ പോയ കാരണം 21 ദിവസം അമ്മ വീട്ടിൽ തന്നെയാണ്. സോ അമ്മയ്ക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ. സോ ഈ വീഡിയോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. സോ വീഡിയോ എന്താണെന്ന് നമുക്ക് കാണാം. പണ്ട് എൻ്റെ സ്കൂൾ കോളേജ് ടൈമിൽ ഇപ്പോൾ ഞാൻ ഡാൻസിനൊക്കെ പ്രൈസ് കൊണ്ടുവരികയാണോ അല്ലെങ്കിൽ നന്നായി മാർക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു പലഹാരമാണ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഉണ്ട. അതിൻ്റെ ആ വറുക്കണ മണം വരുമ്പോഴേ എനിക്ക് കൊതി വരും. അത്ര ഇഷ്ടമാണ് അമ്മയുടെ ആ പലഹാരം. സോ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ആ പലഹാരം ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാനത് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. എങ്കിലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. പോവാം. ഈ പലഹാരം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് അരിയാണ്. അരി നന്നായി കഴുകി ഉണങ്ങിയ ശേഷം നമുക്കൊരു കുക്കിംഗ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കുക വേണ്ടത്. ചൂടാകുമ്പോൾ ഈ അരി ഒരു ബബിള് പോലെ പൊട്ടി വരും. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അത് ശരിക്കും വറുത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ അരി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് പൊടിക്കാനായി നമുക്ക് അരി ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കാനായി ഞാനതൊരു മിക്സിയിലേക്ക് ഇടുകയാണ്. അരിയുടെ കൂടെ തന്നെ ഞാൻ ശർക്കര ചിരണ്ടി ഇടുന്നുണ്ട്. സോ അത് മിക്സിയിലിട്ടാവുമ്പോൾ രണ്ടും ഒരുമിച്ച് മിക്സ് ആയിക്കോളും. സോ നന്നായി നമ്മൾ അരച്ചെടുക്കണം. തരിയൊന്നും പാടില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അരിയും ശർക്കരയും പൊടിയായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചെയ്താലും മതി. ആ ഒരു രുചി, നെയ്യിൻ്റെ രുചി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ഇടുന്നത്. ഇത് നന്നായി കുഴയ്ക്കുക. നമുക്കൊരു ഉണ്ടയാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറു ചൂടുവെള്ളം ഇത്തിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലേ നമുക്കത് ഉണ്ടയായിട്ട് എടുക്കാൻ കയ്യിൽ കിട്ടുകയുള്ളൂ. സോ നമുക്കതൊന്ന് ഉരുട്ടി ഉണ്ടയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. വെറും അരിയും ശർക്കരയും മാത്രം മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ. ഒരുപാട് പണ്ടേ ഉള്ളൊരു പലഹാരമാണിത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.